സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കൊല്ലം കടക്കൽ സ്വദേശിനിയും തൊഴിലുറപ്പ് തൊഴിലാളിയുമായ 62-കാരിയിലാണ് രോഗം കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം. ഇപ്പോഴിതാ വീണ്ടും ഒരു 61-കാരിയിലാണ് രോഗം. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ത്രീ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. അപ്പോൾ ഈ ജോലിക്ക് ഇടയിൽ ഒരുപക്ഷെ കുളമോ മറ്റെന്തെങ്കിലുമോ നന്നാക്കുന്നൊരു സാഹചര്യത്തിലായിരിക്കാം ഈ രോഗം പിടിപെട്ടതല്ലേ? ആദ്യം ചോദിക്കട്ടെ, ഇവരുടെ ആരോഗ്യനില അതെങ്ങനെയുണ്ട്? തീർച്ചയായും കൊല്ലം കടക്കലിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. കുറ്റിക്കാട് സ്വദേശിനിയായ 62 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഒരാഴ്ച മുൻപാണ് പരിപാലിച്ച് 62-കാരി തൊട്ടടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത്. പിന്നീട് രോഗം കൂടുതലായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതേ പ്രദേശത്ത് ഇപ്പോൾ 2 തവണയാണ് രോഗബാധിത സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരുന്ന ആൽത്തറമൂട് സ്വദേശി മരിച്ചത്. ബിജു എന്നായിരുന്നു അവരുടെ പേര്. തുടർന്ന് പട്ടാഴി സ്വദേശിയായ 48-കാരി ചികിത്സയിലിരിക്കെ ഈ രോഗം ബാധിച്ച് മരണം സംഭവിച്ചിരുന്നു. സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതായിട്ടാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ ഇത് ഫലപ്രദമാകുന്നില്ല എന്നുള്ളതിന്റെ ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. വിനീഷ്, ഈ സ്ത്രീക്ക് രോഗം വന്നത് ഈ ജോലിക്കിടയിലാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർക്കൊപ്പം ജോലി ചെയ്ത മറ്റ് ആളുകൾ ഉണ്ടാകും, അതേ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്ത ആളുകൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ രോഗം വ്യാപനത്തിനുള്ള ഒരു സാധ്യതയുണ്ടോ? അത് തടയിടാൻ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഭവ്യ, കടക്കിൽ ആരോഗ്യവകുപ്പ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ക്ലോറിനേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അതുപോലെ തന്നെ ഈ പരിസരത്തെ ഈ കുമിളിക്കുളം, നക്രാങ്കോണം, ഈ ചിറ എന്നിവ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ നിന്നും ആയിരുന്നു മുൻപും ഈ രോഗബാധ കണ്ടെത്തിയിരുന്നത്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലും ക്ലോറിനേഷൻ നടപടി നടക്കുന്നുണ്ട്. ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഭവ്യ, ശരി. വിനീഷാണ് കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.